ലോക ചരിത്രത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും പല മോഡലുകളിലായി വിപ്ലവം സൃഷ്ടിച്ച കാറുകൾ എടുത്താൽ തന്നെ നൂറുകണക്കിന് വരും. എന്നാൽ ചില മോഡൽ വാഹനങ്ങൾ പിന്നീടുള്ള വാഹന വിപണിയുടെ ഇഷ്ടങ്ങളെപ്പോലും നിർണ്ണയിക്കാൻ ശേഷിയുള്ളവയായിരുന്നു. ഇത്തരത്തിൽ കാർ വിപണിയെ നിർണ്ണയിച്ച അന്നുവരെയുണ്ടായിരുന്ന പല നിയമങ്ങളെയും പൊളിച്ചെഴുതിയ 10 കാറുകളെ പരിചയപ്പെടാം. ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗൺ. കാറുകളുടെ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിച്ച കാറാണിത്. 1 ലിറ്ററിന്റെ 2-3 ഹോഴ്സ് പവറുള്ള എഞ്ചിനാണ് ഇതിനുണ്ടായിരുന്നത്. മണിക്കൂറിൽ 16-17 കിലോമീറ്റർ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു. 1885-ൽ ഏതാണ്ട് 600 ഇമ്പീരിയൽ ജർമ്മൻ മാർക്സ് ചെലവിട്ടാണ് ബെൻസ് ഈ കാർ നിർമ്മിച്ചത്. ഇമ്പീരിയൽ ജർമ്മൻ മാർക്സ് അക്കാലത്തെ കറൻസിയായിരുന്നു. തൊട്ടടുത്ത വർഷം ഇതിന്റെ പേറ്റന്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ബെൻസിന്റെ കാർ മോഹങ്ങൾക്ക് സഹധർമ്മിണി ബെർത്ത പണം മുടക്കാൻ തയ്യാറായതോടെ കാറുകളുടെ ചരിത്രം ആരംഭിക്കുകയായി. ലോകത്തെ ഏതൊരു കാർ റേസിംഗ് ട്രാക്കുകളിലും ഇപ്പോഴും ബെൻസിന്റെ മോട്ടോർ വാഗൺ ഓടിക്കാനാകും. നിരപ്പായ പ്രദേശത്തുകൂടെ സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും കയറ്റം കയറാനുള്ള ശേഷി കുറവായിരുന്നു. എങ്കിലും കാറുകളുടെ ചരിത്രം പറയുമ്പോൾ ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗണെ ഒരിക്കലും ഒഴിവാക്കാനാവില്ല. ഫോർഡ് മോഡൽ ടി. കുതിരവണ്ടികളും കാളവണ്ടികളും എല്ലായിടത്തും സജീവമായിരുന്ന കാലത്താണ് ഫോർഡ് മോഡൽ ടിയുമായി എത്തിയത്. 1908 മുതൽ 1927 വരെയായിരുന്നു ഫോർഡ് മോഡൽ ടി നിർമ്മിച്ചത്. ഒരർത്ഥത്തിൽ അമേരിക്കയിൽ കാർ വിപ്ലവം കൊണ്ടുവന്നത് മോഡൽ ടി ആണെന്ന് പറയാം. അതുവരെ കാറുകൾ ഓരോന്നും പ്രത്യേകമായി നിർമ്മിക്കുന്ന രീതിയായിരുന്നു. അതുമാറ്റി വിപുലമായ നിർമ്മാണം ആരംഭിച്ചതോടെ ചിലവ് കുറക്കാനായത് മോഡൽ ടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. ലോകത്തെ ആദ്യത്തെ താങ്ങാവുന്ന വിലയ്ക്കുള്ള കാർ എന്ന് മോഡൽ ടി അറിയപ്പെടുന്നതും അതുകൊണ്ടാണ്. അമേരിക്കയിലെ മധ്യവർഗക്കാർക്ക് കാർ ഒരു പ്രായോഗിക സ്വപ്നമാക്കി മാറ്റിയത് മോഡൽ ടി ആയിരുന്നു. ടൊയോട്ട കൊറോള. 1966-ലാണ് ജപ്പാനീസ് കാർ നിർമ്മാതാക്കളായ ടൊയോട്ട കൊറോളയെ അവതരിപ്പിക്കുന്നത്. 1974 ആയപ്പോഴേക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാറുകളിലൊന്നായി കൊറോള മാറി. പിന്നീടുവരെ കൊറോളയുടെ മൂല്യത്തിൽ കാര്യമായ ഇടിവുണ്ടായിട്ടില്ല. 1997-ലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാറിൻ്റെ നെയിം പ്ലേറ്റായി ടൊയോട്ട കൊറോള മാറിയത്. 2016-ൽ 4,40,00,000 ഉപഭോക്താക്കളിലേക്ക് കൊറോളയുടെ വിൽപ്പന കുതിച്ചുയർന്നു. അപ്പോഴേക്കും 12 തലമുറകളിലേക്ക് കൊറോള എത്തിയിരുന്നു. ചെറിയ കിരീടം എന്നർത്ഥം വരുന്ന കൊറോള ടൊയോട്ട കമ്പനിയുടെ തലയിലെ വലിയ കിരീടം തന്നെയാണ്. കാർ പ്രേമികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്നും ഒരിക്കലും പുറത്താവാത്ത കൊറോള കാറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളിലൊന്നാണ്. ലംബോർഗിനി മ്യൂറ. സൂപ്പർ കാർ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ലംബോർഗിനി. ഒരു പാവപ്പെട്ട കർഷകന്റെ മകന് സംഭവിച്ച അപമാനത്തിനുള്ള പ്രതികാരത്തിൽ നിന്നുണ്ടായ കാറാണ് ലംബോർഗിനി എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ആ സംഭവത്തെക്കുറിച്ച് പറയാം. ലംബോർഗിനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ കാറാണ് മ്യൂറ. മിഡ് എൻജിൻ 2 സീറ്റ് ലേഔട്ടിലുള്ള ആദ്യത്തെ സൂപ്പർ കാറാണ് മ്യൂറ. 1965-ലാണ് മ്യൂറ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. ലംബോർഗിനി സ്ഥാപകൻ ഫെറൂസിയോ ലംബോർഗിനിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഈ കാറിൻ്റെ രൂപകൽപ്പന. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറുകളിലൊന്നായാണ് മ്യൂറയെ കണക്കാക്കുന്നത്. ഡോഡ്ജ് ക്രിസ്ലർ മിനിവാൻ. അമേരിക്ക അടക്കം പല രാജ്യങ്ങളിലും കുടുംബവാഹനത്തിൻ്റെ തലവര മാറ്റിയ വാനാണിത്. ജപ്പാനിൽ സമാനമായ ചെറുവാനുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എങ്കിലും മിനിവാൻ കൂടുതൽ വലുതും കരുത്തേറിയതുമായിരുന്നു. അത് കാർ വിപണിയുടെ മനസ്സ് കീഴടക്കുക തന്നെ ചെയ്തു. ഫോർഡ് എക്സ്പ്ലോറർ. ഇപ്പോൾ റോഡിൽ കാണുന്ന CUVകളുടെയും SUVകളുടെയും മുത്തച്ഛനാണ് ഫോർഡിൻ്റെ എക്സ്പ്ലോറർ. ജീപ്പിൻ്റെ ചെറോക്കി പോലുള്ള മോഡലുകൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും എക്സ്പ്ലോറർ കൂടുതൽ സൗകര്യവും ആഡംബരവും ശക്തിയും ഉപഭോക്താക്കൾക്ക് നൽകി. എക്സ്പ്ലോററിനെ ജനങ്ങൾ ഏറ്റെടുത്തതോടെ പുതിയൊരു കാർ ഉപവിഭാഗം കൂടി ശക്തിപ്പെടുകയായിരുന്നു. മെക്ലാരൻ F1. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മെക്ലാരൻ്റെ മോഡലുകളിലൊന്നാകും F1. അങ്ങനെയൊരു കാർ F1-ന് മുമ്പ് പിറന്നിരുന്നില്ല. ഇപ്പോൾ പോലും P1, T50 തുടങ്ങിയ വിരലിലെണ്ണാവുന്ന കാറുകൾ മാത്രമേ F1-ന്റെ നിരയിലുള്ളൂവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത്രയേറെ ലൈറ്റ് വെയ്റ്റായ എന്നാൽ പവറുള്ള മറ്റൊരു കാർ കണ്ടെത്തുക എളുപ്പമല്ല. 1995-ൽ പുറത്തിറങ്ങിയ സ്പോർട്സ് കാറായ F1 വളരെ പെട്ടെന്നാണ് കാറോട്ട വേദികളിലെ താരമായത്.
24 മണിക്കൂർ നീളുന്ന ചരിത്രപ്രസിദ്ധമായ ലെമാൻസിൽ കാറോട്ട മത്സരം ജയിച്ച് F1 ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ടൊയോട്ട പ്രിയൂസ്. ഹൈബ്രിഡ് കാറുകളുടെ തുടക്കം ടൊയോട്ട പ്രിയൂസിൽ നിന്നായിരുന്നു. 1997 ജപ്പാനിലും 2001 അമേരിക്ക പോലുള്ള ആഗോള വിപണികളിലും അവതരിപ്പിക്കപ്പെട്ട പ്രിയൂസിൻ്റെ ജനപ്രീതി 2 പതിറ്റാണ്ടിനു ശേഷവും കുറഞ്ഞിട്ടില്ല. വാഹനത്തിൻ്റെ അമേരിക്കയിലെ വിജയം ആഘോഷിക്കുന്നതിനായി 2020 മോഡൽ എഡിഷൻ പുറത്തിറക്കുമെന്നാണ് ടൊയോട്ട നേരത്തെ അറിയിച്ചിരുന്നത്. ആകെ 2020 വാഹനങ്ങളായിരുന്നു ഈ പ്രിയൂസിൻ്റെ പ്രത്യേക എഡിഷനിൽ ഉണ്ടായിരുന്നത്. പ്രിയൂസിൻ്റെ വരവോടെയാണ് ഹൈബ്രിഡ് കാറുകളുടെ മോഡലുകളുടെ തള്ളിക്കയറ്റം ഉണ്ടായത്. ടെസ്ല മോഡൽ എസ്. ചരിത്രം സൃഷ്ടിച്ച വൈദ്യുത ആഡംബര കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ കാർ റോഡ്സ്റ്റർ ആയിരുന്നെങ്കിലും വിപണിയിൽ വൻ മാറ്റം കൊണ്ടുവന്നത് മോഡൽ എസ് ആയിരുന്നു. പരിചിതമായ ഇന്റേണൽ കമ്പൽഷൻ എഞ്ചിൻ കാറുകൾക്കൊപ്പം മാത്രമല്ല, അവയേക്കാൾ മികച്ച രീതിയിൽ ബാറ്ററിയിലോടുന്ന കാറുകൾക്ക് സാധിക്കുമെന്ന് തെളിയിച്ചത് മോഡൽ എസ് ആയിരുന്നു. സമാന സൗകര്യങ്ങൾ നൽകുന്ന കാറുകൾക്കൊപ്പം നിൽക്കുന്ന വിലയായിരുന്നു ടെസ്ലയുടെ മോഡൽ എസിൻ്റേത്. ഡിസൈനും കാറിൻ്റെ പെർഫോമൻസും മികച്ചു നിന്നു. മോഡൽ എസ് കാറില്ലായിരുന്നെങ്കിൽ വൈദ്യുതി കാറുകൾക്ക് മറ്റു കാറുകൾക്കൊപ്പം മത്സരിക്കാനാകുമെന്ന വാദം അധികമാരും വിശ്വസിക്കുമായിരുന്നില്ല. ബുഗാട്ടി വെയ്റോൺ. ബുഗാട്ടിയുടെ ചരിത്രം സൃഷ്ടിച്ച മോഡൽ കാറായി പലരുടെയും ഓർമ്മയിലെത്തുക ബുഗാട്ടി ഷിറോൺ ആയിരിക്കും. മണിക്കൂറിൽ 490 കിലോമീറ്റർ, ഏകദേശം 304.8 മൈൽ വേഗത്തിൽ കുതിച്ചാണ് ഷിറോൺ ശ്രദ്ധേയമായത്. എന്നാൽ ബുഗാട്ടിയുടെ മറ്റൊരു മോഡലായ വെയ്റോണിനെയാണ് ഈ പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെയ്റോൺ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഷിറോൺ ഉണ്ടാവില്ലെന്നായിരുന്നു വസ്തുത. 2013 തന്നെ മണിക്കൂറിൽ 270 മൈൽ, ഏകദേശം 434 കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തിയിട്ടുള്ള കാറാണ് വെയ്റോൺ. ശ്രമിച്ചിരുന്നെങ്കിൽ 300 മൈൽ എന്ന വേഗം വെയ്റോണിനും സാധ്യമാകുമെന്ന് കരുതുന്നവരുമുണ്ട്. ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ആ സ്പീഡ് റെക്കോർഡ് തങ്ങളുടെ അടുത്ത കാറായ ഷിറോണിനു വേണ്ടി ബുഗാട്ടി കരുതി വയ്ക്കുകയായിരുന്നുവെന്ന് കരുതുന്നവരും ഏറെയുണ്ട്.